നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സിനിമാ സംഘടനകളും കടുത്ത നടപടി സ്വീകരിച്ചേക്കും. ഷൈനിന്റെ വിശദീകരണം കൂടി കേട്ട ശേഷമാകും നടപടി. ഫിലിം ചേംബർ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അമ്മ എന്നീ സംഘടനകൾക്കാണ് നടി വിൻസി അലോഷ്യസ് പരാതി നൽകിയിട്ടുള്ളത്. അതിനിടെ ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയ്ക്കായി അന്വേഷണം തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റാഫി, ഷൈൻ എവിടെയാണ് എന്ന കാര്യത്തിൽ പോലീസിനൊരു വ്യക്തത ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? ഈ കാണാമറയത്തിരുന്നുകൊണ്ടും പോലീസിനെയും മാധ്യമങ്ങളെയും ഒക്കെ പരിഹസിച്ചുകൊണ്ടുള്ള ഇൻസ്റ്റാഗ്രാം റീലുകളൊക്കെ ഇന്നലെയും കണ്ടു. എന്താണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? ഈ വിൻസിയുടെ പരാതിയിൽ സിനിമാ സംഘടനകൾ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്താണ്? കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് സൂചനയുണ്ട്. അതിൻ്റെ പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് റാഫി? തീർച്ചയായും ഈ ഷൈൻ എവിടെയെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പരിശോധനകൾ ഇന്നലെ മുതൽ ഉണ്ടായിരുന്നു. ഷൈനെ കണ്ടെത്തുക, ഒപ്പം തന്നെ ഷൈൻ ലഹരിയുമായാണോ ഹോട്ടൽ മുറിയിൽ നിന്ന് കടന്നു കളഞ്ഞതെന്ന വലിയൊരു സംശയം പോലീസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക, ഷൈനിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുക, ഷൈനിൽ നിന്ന് വിവരങ്ങൾ എടുക്കുക, ഇത്തരം കാര്യങ്ങളാണ് പോലീസിൻ്റെ മുന്നിൽ പ്രധാനമായുള്ളത്. ഈ ഷൈൻ ആ റൂമിലുണ്ട് എന്ന് അറിഞ്ഞിട്ടായിരുന്നില്ല പോലീസ് അവിടെ എത്തിയത്. പകരം അവിടെ ഒരു ലഹരി വിൽപ്പന അല്ലെങ്കിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹോട്ടൽ മുറിയിൽ പോലീസ് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തെ 5 ദിവസങ്ങൾ പോലീസ് നിരീക്ഷിച്ചിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ആ പരിശോധന നടന്നത്. എന്നാൽ അവിടെ നിന്ന് ഈ ലഹരിയുമായി പുറത്തേക്ക് ഇറങ്ങിയോടിയാൽ അത് ഷൈനാണ് എന്ന് പിന്നീടാണ് വ്യക്തത വരുന്നത്. ഇതിൻ്റെ പിന്നാലെയാണ് ഷൈനെ തേടിയുള്ള പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചതും. ഇന്നലെ വൈകിട്ടാണ് ഷൈൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിലുള്ള വിമർശനവും പരിഹാസവുമായി രംഗത്തെത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ വിവിധ പോസ്റ്റുകൾ ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു ഷൈൻ വിമർശനവും പരിഹാസവുമായി എല്ലാ മാധ്യമങ്ങൾക്കും ഒപ്പം തന്നെ സിനിമാ മേഖലയിലുള്ള ആളുകൾക്കുമെതിരെ രംഗത്തെത്തിയത്. എന്നാൽ ഷൈൻ എവിടെയെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഷൈനുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ പോലും ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഷൈനെ കണ്ടെത്തി തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ കാര്യങ്ങൾ. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഷൈന് ലഹരിയുമായാണോ അവിടെ നിന്ന് കടന്നു കളഞ്ഞത് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ വിൻസി അലോഷ്യസ് നൽകിയ പരാതിയിൽ സിനിമാ സംഘടനകൾ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ വ്യക്തത വന്നതാണ്. അതിൽ കുറച്ചുകൂടി ഈ സംഘടനകൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിൻസി അലോഷ്യസ് ഈ സിനിമയുടെ ICCക്ക് നൽകിയ പരാതിയിൽ ഈ ICC ഷൈന് നോട്ടീസ് അയക്കാനുള്ള തീരുമാനം ഇന്നലെ തന്നെ എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇന്ന് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മുതിർന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ, വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ സിനിമയിൽ ICC രൂപീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഹൈദരാബാദിൽ നിന്നുള്ളൊരു അഭിഭാഷകനും ഈ ICCയിൽ അംഗമാണ്. ഇദ്ദേഹവുമായി ആലോചിച്ച ശേഷമായിരിക്കും ഈ വിൻസി അലോഷ്യസ് നൽകിയ പരാതിയിൽ ഈ ICCയുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവുക. ഈ നടപടികൾക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും ഒപ്പം തന്നെ ഫെഫ്കയുടെയും പൂർണ്ണ പിന്തുണയുണ്ട്. ഒപ്പം തന്നെ അമ്മയുമായി ബന്ധപ്പെട്ട നടപടികളിലും ഇന്ന് നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.